നോക്കടാ, പുള്ളി പിടിച്ചത് ബക്കറ്റിലോ. റോബിൻസൺ അത് അപ്പൊ വെയിൽ ഷാർക്ക് ഉണ്ടാവേ. ഓക്കെ, ഒരാളിറങ്ങി. ബാലു, അൻഷി, ഞങ്ങൾ 3 പേരും വേറൊരു ടീമായിട്ടും അങ്ങനെ പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈ ബ്ലാക്ക് കോറൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 70 വർഷമാണ്. 2009 ഒരു ഡൈവേഴ്സ് ടീം 200 to 300 മീറ്ററിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു 4200 വർഷം പഴക്കമുള്ളൊരു കോറലിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അത്രയും വർഷത്തോളം. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഒരു പുതിയൊരു അറിയിപ്പും കൂടി ഉണ്ട്. നമ്മളുടെ ചാനല് പേര് ഡോട്ട്പി എന്നുള്ളത് മാറ്റിയിട്ട് SI, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യുന്ന പേര് തന്നെ SI മനു എന്ന ദിവസം തന്നെ ആക്കിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളോട് പറയുമ്പോൾ ഇതിന്റെ സ്പെല്ലിങ് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി മുതൽ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ SI മനു എന്ന ദിവസം സെർച്ച് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇനി മുതലുള്ള വീഡിയോസിലൊക്കെ SI മനു എന്ന ദിവസം ആയിരിക്കും ബാക്കിയുള്ള എല്ലായിടത്തും മെൻഷൻ ചെയ്യുക. അപ്പോൾ അതൊന്നും മൈൻഡിൽ വെക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വേറെ ലാൻഡിലേക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 42 മീറ്ററിൽ പോയിട്ട് ഒരു ബാറ്റ് ഫിഷ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഇതിന്റെ ഇവിടെ മുകളിൽ കാർഡ് ഇട്ടേക്കാം, അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അപ്പം അന്ന് പോയ അതേ ക്രൂവിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ 2-3 പേര് എക്സ്ട്രാ വേറെ വരുന്നുണ്ട്. അവരുടെ കൂടെ തന്നെ നമ്മൾ വേറെ ഈ ലാൻഡിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് ബോട്ടിൽ പോയിട്ട് അവിടെ ഡൈവ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ ഇവിടുന്ന് വിട്ടു. അൻഷിയുണ്ട്, ബാലു, അയാസ്, സവാദ് ബ്രോ, and your name Mujud, yes and he is also one diver. Can I take you? Okay, മീൻ നോക്കടാ, പുള്ളി പിടിച്ചത് ബക്കറ്റിൽ നോക്ക്. പുള്ളിക്കാരുടെ ചുറ്റും പുള്ളിക്കാരൻ നിൽക്കുന്നതിന് ചുറ്റും മീനാട്ടോ. ഈ കാണുന്ന കറുത്ത് കിടക്കുന്നൊക്കെ മീനാ. ഫിഷ് മോട്ടിമാസ്. അതാണ് കേട്ടോ ലാൻഡ്, നമ്മുടെ ലാൻഡ്. നമ്മളിപ്പോ പോകുന്നത് അടുത്തൊരു ലാൻഡ് അവിടെ കാണാം, അതിന്റെ അടുത്തേക്കാ പോകുന്നേ തോന്നുന്നു. റോബിൻസൺ അത് അപ്പൊ വെയിൽ ഷാർക്ക് ഉണ്ടാവേ. വിലിഗല ഐലൻഡ് നെയിം. ഓക്കെ, വിലിഗല. ഓക്കെ, ഒരാളിറങ്ങി. No fishing today? You? Oh. Okay. എല്ലാരും അവിടെ ഉണ്ട്. ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 2 ഗ്രൂപ്പായിട്ട് പോവുക. അതായത് ഒരു ഗ്രൂപ്പ് ഷാലോ ഡെപ്ത് കവർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് അതിനേക്കാളും കുറച്ചുകൂടി ഡെപ്ത് താഴോട്ട് പോവുക. അപ്പോൾ സവാദും ഒരു ബഡ്ഡി ആയിട്ടും ഞാനും ബാലു, അൻഷി, ഞങ്ങൾ 3 പേരും വേറൊരു ടീമായിട്ടും അങ്ങനെ പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ചെറിയ മീനുകളെ റെക്കോർഡ് ചെയ്യുക, കളക്ട് ചെയ്യുക, അതിൻ്റെ വിഷ്വൽസ് കളക്ട് ചെയ്യുന്ന അവർ നോക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെ കിട്ടാവുന്ന മാക്സിമം മീനുകളുടെ വിഷ്വൽസ് കളക്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്കൊരു ഡൈവ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയിലാണ്. ഒരു ഡൈവ് സൈറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ട്രിപ്പാണ് ഇവർ മൊത്തം നടത്തുന്നത്.
അപ്പം അതുപോലെ തന്നെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന കോറലുണ്ടോ, ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് കോറൽ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫാമിലി ഏതാണെന്നുള്ളതിൻ്റെ പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു വേർഡാണ്. ഞാനത് ടൈപ്പ് ചെയ്ത് ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു പൂർണ്ണ വളർച്ച എത്തിയതായിട്ട് കൺസിഡർ ചെയ്യുന്നത് 0.7 to 1 മീറ്റർ ഹൈറ്റ് വരെ ഈ കോറൽ വെക്കുമ്പോഴാണ്. അപ്പോൾ അത്രയും ഹൈറ്റിൽ അത്രയും വലുതാവണമെങ്കിൽ ഈ കോറൽ എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 30 വർഷത്തോളം എടുക്കും ഈ കോറൽ ആ സൈസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറയില്ലേ, ചില കാര്യങ്ങൾ ഉണ്ടായി വരാൻ വളരെ സമയമെടുക്കും, പക്ഷെ അത് നശിപ്പിച്ച് കളയാൻ വളരെ ഈസിയാണെന്ന് പറയുന്ന രീതിയിലുള്ളൊരു കോറലാണിത്. കാരണം ചിലപ്പോൾ ഒന്ന് തൊടുവോ ഓടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോറൽ ചിലപ്പം ബ്ലീച്ചായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഇത്രയും ആയി വരണമെങ്കിൽ ഏകദേശം 30 വർഷത്തെ അധ്വാനമുണ്ട് ഇതിൻ്റെ പുറകിൽ. ഈ ബ്ലാക്ക് കോറൽസിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 70 വർഷമാണ്. 2009 ഒരു ഡൈവേഴ്സ് ടീം 200 to 300 മീറ്ററിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു 4200 വർഷം പഴക്കമുള്ളൊരു കോറലിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും വർഷത്തോളമൊക്കെ ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു കോറലാണ്. പക്ഷെ അത് നമ്മൾ തൊടുവ് പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നശിച്ചു പോവുകയും ചെയ്യും. എന്ത് ഭംഗിയുള്ള സാധനമാണല്ലേ. അതുപോലെ തന്നെ ഇവിടെ കണ്ട ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യമാണ് ഈ സ്റ്റാർ ഫിഷ്. കാരണം ഇത്രയും വലിപ്പമുള്ള സ്റ്റാർ ഫിഷിനെ ഞാനും അൻഷിയും ബാലും ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ കൊള്ളായിരുന്നു. ഇത് ഒന്ന് മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2 സ്റ്റാർ ഫിഷിനെ, ഇതേ സെയിം സൈസിലുള്ള സ്റ്റാർ ഫിഷിനെ നമുക്കിവിടെ കാണാൻ പറ്റി. ഇനി ഈ ഡൈവിൽ കുറച്ച് നല്ല വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു 1 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളുടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് വിഷ്വൽസ് മിക്സ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു മ്യൂസിക്. ഓക്കെ. കയറി നേരത്തെ അൻഷിതേ കിടക്കുന്നു. അവരെ രണ്ടുപേരെ എവിടെയാന്ന് അറിയില്ല. അവരിപ്പോ പൊന്തുമായിരിക്കും. ഇതേ അവരെ കണ്ടു കിട്ടി. ഇതേ അവർ രണ്ടും ഇവിടെ പൊന്തി. Did you saw any shark? How many? 2. We saw what? No, we saw 2. Big one. Not big one. He saw big one. Me also saw what? Black thing. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ ഡൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതുപോലെ ഫിഷിങ്ങും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഒരു ടാറ്റ കൂടെ പറഞ്ഞേ.